2 പതിറ്റാണ്ടിലേറെയായി പയ്യാമ്പലത്തെ ലൈഫ് ഗാർഡാണ് ഡോക്ടർ ചാൾസൺ ഏഴിമല. ആ കുപ്പായം ഡോക്ടർ ചാൾസൺ ഏഴിമല അഴിക്കുകയാണ്. ഏറെ വൈകാരികമായി സങ്കടത്തോടുകൂടി ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഡോക്ടർ ചാൾസൺ ഏഴിമല. അതായത് അവിടെ എനിക്ക് പകരം ആൾക്ക് വരാം. ആളുകൾ ചിന്തിക്കുമ്പോൾ എന്നെ ലൈഫ് ഗാർഡ് എന്നുള്ള നിലയിൽ മാത്രം കാണുമ്പോൾ ഒരുപാട് പേര് സങ്കടത്തോടു കൂടി എൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ ഇന്നലെയും കുടിച്ചു. നിങ്ങൾ പോയാൽ എങ്ങനെയാണെന്ന് പറയുന്നത്, അങ്ങനെ ഒരു കുറവല്ലേ, ഒരു ജീവനല്ലേ, അങ്ങനെ ഒരു ജീവന്റെ വിലയെന്ന് പറയും സങ്കല്പിക്കാൻ പറ്റും. ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളാണ് പയ്യാമ്പലത്തിനുള്ളത്. പക്ഷേ ആ സാധ്യതകളെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. സങ്കടത്തോടു കൂടിയാണ് ഡോക്ടർ ചാൾസൺ ഏഴിമല ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സ്വകാര്യ മേഖലക്ക് നൽകിയാൽ പോലും നഷ്ടമില്ലാത്ത രീതിയിൽ പയ്യാമ്പലത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും അവിടെ എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാൻ കഴിയും എന്ന അഭിപ്രായം കൂടിയുണ്ട് അദ്ദേഹത്തിന്. രാമന്തളിയിലെ കവ്വായി കായലിന്, അതായത് കേരളത്തിൽ അത്രയും മനോഹരവും വൃത്തിയുമുള്ള ഒരു കായൽ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽ എവിടെയും പല സ്ഥലത്തും പോയിട്ടും കണ്ടിട്ടില്ല. എത്രത്തോളം ആ പ്രദേശം അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പ്രയാസമുണ്ട്. പക്ഷേ വലിയൊരു ടൂറിസം സാധ്യതയും ഈ പരിശീലനത്തിനുള്ള വലിയ സാധ്യതയുമുള്ളൊരു പ്രദേശമാണ് ഈ രാമന്തളി. ഏഴിമലയോട് ചേർന്ന് ഏഴിമല ഉൾക്കൊള്ളുന്ന ആ രാമന്തളി പഞ്ചായത്തിലെ കവ്വായി കായലിൻ്റെ ഭാഗമായ അത് തീർച്ചയായും ഇനി വരുന്ന ഗവൺമെൻറ്റുകളാണെങ്കിൽ വേറെ ഏതൊക്കെ മേഖലയിൽ കുറച്ചാലും ഈ മേഖലയിൽ എണ്ണം കുറയ്ക്കാതിരിക്കുക ആവശ്യമായി. പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ 1000 പേരെങ്കിലും ഉണ്ട്. വലിയൊരു ശക്തിയായി കഴിഞ്ഞാൽ അത് വലിയ പ്രചോദനമായിരിക്കും. ലൈഫ് ഗാർഡിന്റെ കുപ്പായം അഴിച്ചെങ്കിലും നീന്തൽ പരിശീലന രംഗത്ത് ഡോക്ടർ ചാൾസൺ ഏഴിമല ഇനിയും ഉണ്ടാകും. എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക, മുങ്ങിമരണങ്ങളില്ലാത്ത നാടായി കണ്ണൂരിനെ മാറ്റുക, ഈ ലക്ഷ്യങ്ങളൊക്കെയുണ്ട് അദ്ദേഹത്തിന്. രാജ്യത്തിന് അകത്തും പുറത്തും നിരവധി ശിഷ്യഗണങ്ങളുമുണ്ട് ഡോക്ടർ ചാൾസൺ ഏഴിമലക്ക്. ആ കാര്യങ്ങളും നമ്മളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. 15,000-ൽ കൂടുതൽ ആളായി, 16,000-നടുത്ത ആളായിട്ടുണ്ട് മൊത്തം വന്നിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നത് മനോജിനൊക്കെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് ഓർമ്മയിലുണ്ടാവും, ഞാൻ പത്രപരസ്യം കൊടുക്കും, കടൽ നീന്തൽ പരിശീലനം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പോയി കഴിഞ്ഞ് ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്യും. നീന്താൻ ഇത്രയെങ്കിലും അറിയുന്നവർ എന്ന് വെച്ചാൽ ഒരു 200 മീറ്റർ നീന്താൻ അറിയുന്നവർ കടലിൽ പരിശീലനം എന്ന് പറയും. താല്പര്യമുള്ളവരെല്ലാവരും വിളിക്കും. കണ്ണൂർ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ആയിട്ട് പരിശീലനത്തിന് എല്ലാ ദിവസവും രാവിലെ കണ്ണൂർ വരും. ഇടയ്ക്ക് പയ്യാമ്പലം ബീച്ചിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കണ്ട് എല്ലാവരെയും സന്തോഷം പങ്കുവെച്ചൊക്കെ വരാം. ഇത് പറയുമ്പോൾ ഈ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ അഴീക്കോട് ചാൽ ബീച്ചിൽ ഒരു 4.5 വർഷം ആദ്യഘട്ടത്തിൽ പയ്യാമ്പലം ബീച്ചിലുണ്ടായിരുന്നു. 4 വർഷം ചാൽ ബീച്ചിലുണ്ടായിരുന്നു. മുഴുപ്പിലങ്ങാട് ഒരു എമർജൻസി കേസ് 2 തവണകളിലായിട്ട് ഓരോ മാസം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് വന്നിട്ട് പോയിരുന്നു. ഇവിടെ തന്നെയുള്ള വീടാണ്, കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചോദിച്ചു, ഇന്ന ആളാണോ, പിന്നെ നമ്മുടെ സ്പീക്കറുടെ ഷംസീറിൻ്റെ അപ്പോൾ അവർ വന്ന് പഠിച്ചായിരുന്നു, അപ്പോൾ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ കൊച്ചിയിലേക്ക് പഠിക്കാനായിട്ട് വരാനാണ് നോക്കിയത്. ഡോക്ടർ ചാൾസൺ ഏഴിമലയുമായുള്ള കണ്ണൂർ വിഷൻ BMX ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.